ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നെല്ലിക്ക കൊണ്ട് നല്ലൊരു അടിപൊളി വിഭവം റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി 250 ഗ്രാം നെല്ലിക്ക നന്നായി കഴുകി വൃത്തിയാക്കി ഒരു കോട്ടൺ തുണി കൊണ്ട് നന്നായി തുടച്ചെടുക്കാം. ഇനി നെല്ലിക്ക സ്റ്റീമറിലിട്ട് ഒരു 10 മിനിറ്റ് നന്നായി ഒന്ന് ആവി കയറ്റി മാറ്റിവെക്കാം. വേവിച്ചെടുത്ത നെല്ലിക്ക ഒന്ന് ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തിക്കൊടുക്കാം. ഇങ്ങനെ എല്ലാ നെല്ലിക്കയും ഇതുപോലെ ഒന്ന് കുത്തിക്കൊടുക്കണം. ഇനി അടികട്ടിയുള്ള നല്ലൊരു പാത്രം റെഡിയാക്കി വെക്കാം. അതിലേക്ക് 200 ഗ്രാം പനം കൽക്കണ്ടമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടുപ്പിൽ വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഈ ഒരു സമയത്ത് നെല്ലിക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിലിട്ട് വേണം പനം കൽക്കണ്ടം മെൽറ്റ് ചെയ്യാൻ വേണ്ടി അടുപ്പിൽ വെക്കാൻ. ഒന്ന് ചൂടായി കിട്ടുമ്പോൾ തന്നെ ഇത് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു സമയത്ത് ഇത് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാട്ടോ. ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ പനം കൽക്കണ്ടം നന്നായി മെൽറ്റായി വരും. ഈ ഒരു സമയത്ത് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ബോയിലാവാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിത് നന്നായി ഇളക്കി കൊടുത്ത ശേഷം കവർ ചെയ്ത് വെച്ച് 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് തന്നെ വെക്കേണ്ടതാണ്. 20 മിനിറ്റ് ആകുമ്പോൾ പനം കൽക്കണ്ടം ശരിക്ക് കുറുകി വന്നിട്ടുണ്ടാകും. ആ ഒരു സ്റ്റേജ് വരെ ഇത് കുക്ക് ചെയ്തെടുക്കണം. നെല്ലിക്ക നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ടാകും. പനം കൽക്കണ്ടം ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ടാകും. ഈ ഒരു സമയത്ത് നമുക്കിതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് കവർ ചെയ്ത് വെക്കാം. ഇനി ഇതെടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. ഇതിപ്പോ വൈകിട്ട് ഉണ്ടാക്കിയാൽ പിറ്റേ ദിവസം രാവിലെ വേണം ഇത് ഓപ്പൺ ചെയ്ത് നോക്കാൻ. ഇത് അങ്ങനെ ഇരുന്നങ്ങ് കുക്കായിക്കോളും. അപ്പോഴേക്കും നോക്കിയേ, നെല്ലിക്ക നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള തേൻ നെല്ലിക്ക നമുക്ക് റെഡിയായി കിട്ടും. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതൊരെണ്ണം കഴിച്ചാൽ നല്ല പ്രതിരോധ ശക്തി കിട്ടാൻ നല്ലതാണ് കേട്ടോ. ദിവസവും ഓരോന്ന് വീതം കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.